ഇപ്പോൾ പി വി അൻവർ തന്നെ ടെലിഫോണിലുണ്ട്. അൻവർ, ഇവിടെ താങ്കളോട് ആ തെളിവ് ഹാജരാക്കാൻ വേണ്ടി ഒരു നോട്ടീസും വന്നിരുന്നു, അതല്ല ഫോണിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? അല്ലല്ല, ഫോൺ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. ലെറ്റർ അയച്ചിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ പറഞ്ഞില്ല, രാവിലെയും പറഞ്ഞില്ല ഞാൻ. പക്ഷെ ഒരു കേസിന്റെ ഫീലിങ്സ് അനുസരിച്ചിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്ത് വന്ന് മൊഴിയെടുത്ത് ആ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എവിഡൻസിലേക്ക് പോകേണ്ടത്. നമ്മൾ എന്ത് കണ്ടിട്ട് അവരെ കയ്യിൽ ഈ ഫോൺ കൊടുക്കുക? മുമ്പുണ്ടായ എല്ലാ കേസുകളും ഇതേപോലെ അട്ടിമറിക്കപ്പെട്ടു പോയതാ. പിന്നെ ആകെയുള്ള ഒരു എവിഡൻസ് നാളെ നമുക്ക് കോടതിയിൽ പോകണമെങ്കിൽ പോലുള്ള ആകെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മളെ കയ്യിലൊരു ഫോണാണ്. അത് ഈ കൊള്ളസംഘത്തിന്റെ കയ്യിൽ കൊടുക്കുക എന്നാണ് നമ്മൾ അത്രയും ഒരു ഫൂളിഷായ ഡിസിഷൻ അല്ലേ? കാരണം തൊട്ട് മുമ്പുള്ള അജിത് കുമാറിന്റെ വിഷയത്തിലെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ കണ്ട്, അതിപ്പോ നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ചോദ്യം ചെയ്ത് വിജിലൻസ് കോടതിയിൽ ട്രിവാൻഡ്രത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാധ്യത പോലും കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു റീ എൻക്വയറിക്കുള്ള ഒരു ഓർഡർ കിട്ടുമ്പോൾ കൊടുക്കാനുള്ള ആകെ എവിഡൻസാ. അതും കൂടി വാങ്ങിയിട്ട് അങ്ങ് പൊടിച്ചു കളയാമെന്നാണ് ഈ പറയുന്ന അജിത് കുമാറും സുജിത് ഈ സംഘം വിചാരിച്ചത്. അത് ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, പോലീസ് രേഖാമൂലം ഒരു തൊണ്ടി കൈപ്പറ്റുമ്പോൾ അത് നശിപ്പിച്ചു കളയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവുമോ അൻവർ? അല്ല, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കിടക്കുന്ന എന്താ പറയാ ഈ കോൾ ഡീറ്റെയിൽസ് അല്ലേ? എന്റെ പൊന്നാജിംസെ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവർക്ക് ഈ പറയുന്ന കോള് അനലൈസ് ചെയ്യാന്, സൗണ്ട് അനലൈസ് ചെയ്യാൻ എത്രയോ സിസ്റ്റം ഉണ്ട്. 1 മണിക്കൂറും 2 മണിക്കൂറും അല്ലല്ലോ സംസാരിച്ചത്, 2 മിനിറ്റോ 5 മിനിറ്റോ അല്ല, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. അത് അവർക്ക് വാട്സാപ്പിൽ ചോദിക്കാം, എന്താ അതിൽ ചോദിക്കാത്തത്? മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ പോലും നടപടി വേണ്ടേ? ഞാൻ 25 കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട്. ആസ് എൻ IPS ഓഫീസർ, DGP ആയിട്ട് ഞാൻ പിരിയുള്ളൂ. അപ്പൊ ഞാൻ അൻവർ സാറിന്റെ കൂടെ വിധേയനായിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വരെ പറയുന്നുണ്ട്. നമ്മളെ കോൾസ് ഒക്കെ ഇപ്പൊ നമ്മൾ പുറത്തുവിടുന്നുണ്ട്. വീണ്ടും ജനങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പൊ അത് എത്രമാത്രം കൃത്യവിലോകമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബയാസ്ഡ് ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് തന്നെ അവര് IPS ഓത്തെടുക്കുന്ന ഓത്തിനെതിരാണത്. അതിന്റെ മുകളിൽ അവർക്ക് നടപടി സ്വീകരിക്കാം. ഞാൻ ചോദിക്കട്ടെ, അൻവർ LDFിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നെക്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ സുജിത് ദാസ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ്, എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചാണ്. അവിടെ അവിഹിതമായ സ്വാധീനമുണ്ടാക്കി MR അജിത് കുമാർ എന്തൊക്കെയോ അനധികൃതമായി ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അപ്പോൾ അങ്ങനെ ആരോപിക്കപ്പെട്ട ഒരു SP യെ സംരക്ഷിക്കാൻ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാണ് സർക്കാർ? അല്ല, അത് അദ്ദേഹം പുറത്തു വരുന്ന അറിയില്ലല്ലോ. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അജിത് കുമാറുമായിട്ട് ഫൈറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ശശിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിന്റെ മുകളിൽ, അത് നമ്മുടെ മറുനാടൻ മലയാളി ആ കേസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ IPSന്റെ ബുദ്ധി അദ്ദേഹത്തിന്റെ അടുത്ത് ഉപയോഗിക്കുന്നത്. എന്നെ അവർക്ക് എതിരാണ് ഇദ്ദേഹം എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടത്തിയത്. അദ്ദേഹം ആ കമ്പനിയിലാണെന്ന് എനിക്ക് അന്നും അറിയാലോ. അദ്ദേഹം പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പാണെന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളി എന്നെ മിസ്ഗൈഡ് ചെയ്യാണ്, അവർക്കെതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അദ്ദേഹം അവരുടെ കൂട്ടത്തിലല്ല. ഇപ്പോ നമ്മുടെ കേസ്, ഇപ്പൊ ശബരിമല കേസ് അന്വേഷിക്കുന്ന ശശിധരൻ IPSന്റെ കാര്യമാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അത്രയും മോശപ്പെട്ട ഒരു ഓഫീസറാണെന്നുള്ളത് അദ്ദേഹം അവിടെ സർട്ടിഫൈ ചെയ്യാണ്. ആ ശശിധരനാണ് ഈ മരം മുറിച്ച കേസ് മുക്കിയത്. അദ്ദേഹമാണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും വലിയ SIT സ്വർണം കൊള്ളയടിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കേസിന്റെ പ്രധാന നായകൻ. ഞാൻ അന്നേ പറഞ്ഞു ഇത് എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ എവിടെയെങ്കിലും എത്തിയോ? അപ്പൊ ഇതൊക്കെ ഒരു നെക്സസിന്റെ ഭാഗമാണ് ജിംസ്. ഇതിനെ നിയന്ത്രിച്ച ആളാണ് ഞാൻ ഈ പറയുന്ന P ശശി. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിലെ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് അജിത് കുമാർ ആണല്ലോ. അജിത് കുമാറിനെതിരെ ഒരു ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉള്ളതുണ്ട്, സ്വർണം പൊട്ടിക്കലുണ്ട്, കുറെ അധികം കാര്യങ്ങളുണ്ട്. ആ അന്വേഷണത്തിന്റെ വല്ല അപ്ഡേറ്റും കിട്ടിയോ അൻവർ? ഒരു അപ്ഡേറ്റ് ഇല്ല എന്റെ പൊന്നാ ജിൻസെ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ 3 അത് വെക്കുന്ന എങ്ങനെയാ? DGP റിപ്പോർട്ട് കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. പുതിയ DGP വന്ന സമയത്ത് നമ്മളെ അദ്ദേഹം എന്താ പേര് എനിക്ക് കിട്ടുന്നില്ല, തൊട്ടുമുമ്പ് തന്നെ ദർവേഷ് സാഹിബ്. ദർവേഷ് ആണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. പൂരം കലക്കൽ കേസിൽ ഇദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്, അദ്ദേഹത്തിന്റെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. അപ്പൊ നടപടി സ്വീകരിച്ചാൽ മതി. അപ്പൊ എന്താ മുഖ്യമന്ത്രി ചെയ്തത്? ആ തന്ന റിപ്പോർട്ടിനെ ഒന്നുകൂടെ പരിശോധിക്കാൻ 3 ആളെയും കൂടി വെച്ചു. ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെയല്ലേ അതിനെ ടോർപിഡോ ചെയ്തത്? പിന്നെ നമ്മൾ ആരെങ്കിലും വല്ലതും കേട്ടോ? ഇതൊരു വല്ലാത്ത വെള്ളരിക്കപ്പെട്ടതല്ലേ ഈ പിണറായിസം എന്ന് പറയുന്നത്. അൻവർ ഒറ്റ കാര്യം ചോട്ടെ, ഈ സർക്കാർ മാറുകയാണെന്ന് കരുതുക, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ? കരുതുകയല്ല, അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ ആ സർക്കാർ അന്വേഷിക്കുമെന്ന് ഉറപ്പുണ്ടോ?
അതൊക്കെ അന്വേഷിക്കേണ്ടി വരുമല്ലോ. അതിനാണല്ലോ ജനങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത്. ഞാൻ ഉയർത്തിയ പിണറായിസത്തിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പോലീസിൽ നടന്ന അഴിമതിയും അവരുടെ പക്ഷപാതിത്വം, അവരുടെ സംഘീവൽക്കരണവും, അവരുടെ മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും, അവരുടെ എയർപോർട്ട് സ്വർണം പൊട്ടിക്കലും, ഈ പറയുന്ന ശബരിമല കൊള്ള ഇപ്പൊ വന്നു, നമ്മളെ തൃശ്ശൂർ പൂരം കലക്കലും ഒക്കെ ആണല്ലോ അതിലെ പ്രധാന വിഷയം. അതാണല്ലോ ഈ ആകത്തുക നമ്മൾ പറഞ്ഞു വരുന്ന പിണറായിസത്തിന്റെ ഒരു ഭാഗം. അതിനെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ പോലീസിനകത്തെ പുഴുക്കുത്തകളെ കുറിച്ചാണ് അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പുഴുക്കുത്തകളല്ലാത്ത ചിലരുണ്ട്. ഇപ്പോൾ ഈ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീജിത്തിനെ പോലുള്ള ആളുകൾ ഇനിയും സേനയിൽ ഉണ്ടാവുമോ? അവർ ഇനിയും ശബ്ദിക്കുമോ? അൻവർ എന്നോടാണോ? അതെ, കേട്ടില്ല കൃത്യമായിട്ട്. ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ കുറിച്ചാണല്ലോ അൻവർ പറഞ്ഞത്. അങ്ങനെ പുഴുക്കുത്തുകളല്ലാത്ത ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ ഈ ശ്രീജിത്തിന്റെ അനുഭവം നോക്കുക. ശ്രീജിത്തിന് സർവീസിൽ നിന്ന് പോകേണ്ടി വന്നു. ശ്രീജിത്തിനെ പോലെ ഇനിയും ആളുകൾ അതിനകത്തുണ്ടോ? അവർ ശബ്ദിക്കും. പരാതിക്കാരനാ. ഇനി വേറൊരു ഡിവൈഎസ്പി ഉണ്ട്, ഷാജി. അദ്ദേഹം ഈ പറയുന്നത് തിരുവനന്തപുരത്ത് ആശ്രമം കത്തിച്ച കേസിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തതാണ്. അതിൽ വലിയ ആദ്യം പ്രതികളല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇൻവോൾവ് ചെയ്യാത്ത ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് അന്നത്തെ RSSന്റെ മാനിപ്പുലേഷൻ ആയിരുന്നു. അത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി ഷാജി. അത് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഡിവൈഎസ്പി ഷാജി. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് നടപടി എടുക്കാമെന്നാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ സത്യസന്ധമായി നിൽക്കുന്ന ഓഫീസർമാർ, ഇപ്പൊ ബിജു പ്രഭാകരൻ, അദ്ദേഹത്തിന്റെ കാര്യം 2 ദിവസം മുമ്പാ പറഞ്ഞത്. ഇപ്പൊ ബി അശോക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം സർവീസിലുള്ള ആളാണ്. ഈ ഗവൺമെന്റിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവർ മുഴുവൻ പുറത്താണ്, രക്തസാക്ഷികളാണ്. ശ്രീജിത്ത് ഒരിക്കലും പോലീസിന് രാജിവെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ചെയ്ത് വളരെ മോശമായി പോയി എന്ന്. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പൊ ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി കൊടുത്തൊരു പരാതിയിൽ അദ്ദേഹത്തിന് പോലും കേരളത്തിലെ പിണറായി ഭരണത്തിൽ ജീവിക്കാൻ കഴിയാതെ ജോലി രാജിവെക്കേണ്ട ഗതികേട് ഉത്തരേന്ത്യയിൽ ഉണ്ടാവോ? അജിൻ സൈ, നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങള് എവിടെ എത്തിവര്?